നമസ്കാരം. പ്രതിഷ്ണം ഡോക്യുമെൻ്ററി ഭാഗമായുള്ള പ്രതിഷ്ണം അറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിഷുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിഷുവിന് കണിയൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തായിരുന്നു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിഷുവിൻ്റെ പ്രത്യേകതകളാണ് വിഷു എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിനു മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ നിലവിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്, നിലവിളക്ക് എന്തിനാണ് കൊളുത്തുന്നത്, നിലവിളക്കിൻ്റെ മഹത്വം എന്താണ്, മഹാത്മ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് വന്നപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഒന്ന് മാറി വിഷുവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ വീണ്ടും ആ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നിലവിളക്ക് കത്തിക്കുന്നത് എങ്ങനെ, എത്ര തിരിയിട്ട് വേണം, ഏത് ദിക്കിലേക്കിട്ട് വേണം, എന്തൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് എന്തൊക്കെ തിരിയിട്ട് കത്തിക്കാം, അതൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാവരുടെ വീട്ടിലും നമ്മൾ നിലവിളക്ക് കത്തിക്കാറുണ്ടെങ്കിലും നിലവിളക്കിന് വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നത് കാണാറില്ല. ഇപ്പോഴത്തെ ഈ ഒരു യങ് ജനറേഷനിൽ നിലവിളക്കിന് വീട്ടിൽ അത്ര പ്രാധാന്യം കാണാറ്. ചില ആളുകൾ ഹിന്ദുക്കളുടെ വീടുകളൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർ വിശ്വാസമില്ലെങ്കിൽ അവർ നിലവിളക്കിന് ഒരു പ്രാധാന്യം കൊടുക്കാറില്ല, നിലവിളക്ക് കത്തിക്കാറില്ല. ചില വീടുകളിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട്, തൂക്കുവിളക്ക് ആയിരിക്കും, ചിലപ്പോൾ നിലത്ത് വെച്ചിട്ടുള്ള നിലവിളക്ക് ആയിരിക്കും. അങ്ങനത്തെ നിലവിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് തന്നെ അത് അവിടെ കിടന്ന് എരിന്തിരിയൊക്കെ കത്തി അങ്ങനെ പുകഞ്ഞ് കത്തിയൊക്കെ പോകുന്നതൊക്കെ കാണാം. എന്നിട്ട് അത് ആയിക്കഴിഞ്ഞാൽ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് മിക്ക വീടുകളിലും, ഭൂരിപക്ഷ വീടുകളിലും. കുറഞ്ഞ ചില ശതമാനം വീടുകളിലും നിലവിളക്കിനോട് പ്രാധാന്യവും അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് തന്നെ കാണാറുള്ളൂ. അധിക വീട്ടിലും ഇപ്പോൾ നിലവിളക്ക് ഉണ്ടാവാറില്ല. അതാണ് പരമമായ സത്യം. അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനായി മാറി എന്നുള്ളതാണ് ഇന്നത്തെ യുവ ജനറേഷനിൽ വന്നിരിക്കുന്ന സംസാരം. നമ്മൾ പഴഞ്ചൻ ശൈലിയിലേക്ക് തിരിച്ചു പോരുത്, നമ്മൾ ന്യൂ ജനറേഷനിലേക്ക് ഇത് വരണം. നമ്മൾ ന്യൂ ജനറേഷനിലുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്തിരും, അതൊക്കെ വേണം. ജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തണം. പക്ഷേ എന്നതിലുപരി നമ്മളെ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യത്തെ നമ്മൾ കെടുത്തിട്ടാവരുത് നമ്മൾ പുതിയൊന്നിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ തിരികൾ ഇപ്പം നമ്മൾ പല വീടുകളിലും കാണാം 3 തിരിയിട്ട് കത്തിക്കുന്നത് കാണാം, ചില വീട്ടിൽ 1 തിരിയിട്ട് കത്തിക്കുന്നത് കാണാം, ചില വീട്ടിൽ തിരി ഇട്ടിട്ട് തന്നെ തിരിയിട്ട് കത്തിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടാവും, അത് അപ്പം തന്നെ കാറ്റടിച്ച് കിട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പല ഒരു കോമാളിത്തരങ്ങളും പല വീടുകളിലും കാണാറുണ്ട്. ഇതൊക്കെ കണ്ട അനുഭവമുള്ളതാണ് ഞാൻ. പല സ്ഥലങ്ങളിലും പല പരിപാടിക്കും മറ്റൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണുന്ന അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ തിരികളിടുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന പോലെ തിരിയിടരുത്. ഇതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. തിരിയിടുന്നതിനും നിലവിളക്ക് തിരിയിടുന്നതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ച് കൊണ്ടുവച്ചാൽ അത് മഹാവ്യാധി എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ഒറ്റ തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പൊതുവേ നമ്മൾ ഒറ്റ തിരിയിട്ട് വിളക്ക് കാണിക്കൽ എവിടെയാണ്? മരിച്ച വീടുകളിലൊക്കെയാണ് നമ്മൾ ഒരു തിരിയിട്ട് വിളക്ക് വെച്ച് കാണാറുള്ളത്. ദേഹി നിന്ന് അതൊക്കെ അത് അതിൻ്റെതായ ക്ലാസ് വരുമ്പോൾ ഞാൻ പറയും. അപ്പം നമ്മൾ ഒരു തിരിയിട്ട് കത്തിച്ചാൽ മഹാവ്യാധി എന്നാണ് പറയുന്നത്. അത് തന്നെ വിളക്ക് കത്തിക്കുന്നത് പഞ്ഞിയുടെ തിരിയാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിൽ പല ഡ്രസ്സുകളൊക്കെ ചില വീടുകളൊക്കെ കാണാം, പല കോട്ടൺ തുണികളൊക്കെ മാന്തി കീറി അതൊക്കെ കൊണ്ടുവന്ന് തിരിച്ചിട്ടിട്ട് കത്തിക്കുന്നത് കാണാം. ഇന്നിപ്പോൾ തിരികളൊക്കെ ഇറങ്ങി, പലതരത്തിലുള്ള കെട്ടുതിരികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പഞ്ഞി തിരിക്കാണ് ഈ വിളക്കിൽ തിരി കത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻഗണന. പിന്നെ നെയ്യൊടിച്ച് വിളക്ക് കത്തിച്ച് കൊണ്ടുവെക്കുന്നതിനും പ്രാധാന്യം തന്നെയാണ്. നെയ്വിളക്കാണ് ഏറ്റവും ഉത്തമമുള്ള കാര്യം. പക്ഷെ അത് അതിൻ്റെതായ സാമ്പത്തിക ചെലവുകൾ കൊണ്ട് പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എന്നാലും ചില വീടുകളിലൊക്കെ നെയ്വിളക്ക് കത്തിച്ച് കൊണ്ടുവെക്കുന്നത് കാണാറുണ്ട്. പിന്നെ നമ്മൾ നിലവിളക്ക് കത്തിച്ച് കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടെ നമ്മളൊരു വെള്ളട്ട് മെഴുകിയതിന് ശേഷം
നമ്മളോട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നിലവിളക്കിന്ന് വരുന്ന ആ ഊർജത്തെ സ്വീകരിക്കാൻ ഭൂമിദേവി ആവില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ ഒരു തളികയിലോ ഒരു പലകയമേലോ വെക്കാൻ വന്നത്. കാരണം അടിയിൽ അതിൻ്റെ നിലവിളക്കിൻ്റെ പ്രാധാന്യത്തിൻ്റെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മൾ മെഴുകി വൃത്തിയാക്കിയതിന് ശേഷം പലക വെച്ചു അല്ലെങ്കിൽ തളിക വെച്ചു, അതിൽ വേണം നമ്മൾ വിളക്ക് വെക്കാൻ. അതിൽ കിണ്ടിയിൽ കുറച്ച് തീർത്ത ജലങ്ങളും വെക്കുന്നതിന് കുഴപ്പമില്ല. ചന്ദനത്തിരി കത്തിക്കാം, പുഷ്പം വെക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ വെക്കുന്ന ആ തിരി അതിൻ്റെ ആ എത്ര ശോഭയിലാണോ, എത്ര പക്വതയിലാണോ, എത്ര ബഹുമാനത്തോടെയാണോ നമ്മളത് ചെയ്യുന്നത്, ആ ബഹുമാനത്തിന് നമ്മൾ ആ കാണിക്കുന്ന വിനയത്വത്തിന് നമുക്ക് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ എത്ര കണ്ട് ഉപേക്ഷ വരുത്തിയിട്ടാണോ ആ ക്രിയ ചെയ്യുന്നത്, നിലവിളക്ക് കത്തിച്ചിരിക്കുന്ന ആ ഒരു ക്രിയ ചെയ്യുന്നത് എത്ര ഉപേക്ഷ വരിച്ച അതിനെത്ര ബുദ്ധിമുട്ടും ദുരിതങ്ങളും ആ വീട്ടിലേക്ക് വന്നു ചേരും. ഇതൊക്കെ സർവ്വസത്യമായ കാര്യങ്ങളാണ്. നിങ്ങൾ മേൽശാന്തിമാരോടും പിന്നെ തന്ത്രിമാരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തോന്നുന്ന പോലെ ചെയ്യുള്ളൂ, നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യം. പക്ഷെ നമ്മൾ അതിൽ മാറണം. അതിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇനി ആവർത്തിക്കരുത്. വിശ്വാസങ്ങളിലെ തെറ്റുകൾ ഇനി നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. അതിൽ നമ്മൾ മാറ്റം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് അത് ആ കാഴ്ചപ്പാട് കൊണ്ടൊക്കെയാണ് പ്രദക്ഷിണം ഡോക്യുമെൻ്ററിയിൽ ഈ പ്രദക്ഷിണം മറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇങ്ങനെ വിളക്ക് കത്തിച്ചു കൊണ്ടുപോകും. അതിൽ ചില ആളുകൾ കാണാം ഈ പിന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ നേർന്നതിന് ചുവപ്പ് തിരി കത്തിച്ചിട്ട് തിരിയിട്ട് കത്തിച്ച് കൊണ്ടുവെക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. പഴമക്കാർ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ മനസ്സിൻ്റെ വ്യാധി, ദുഃഖം, ദുരിതങ്ങൾ, മനോവ്യാധികൾ, മനോവിഷമങ്ങൾ, പിന്നെ അതേപോലെ മാനസിക അസ്വസ്ഥതകൾ, ഇതൊക്കെ മാറാൻ മഞ്ഞത്തിരിയിട്ട് വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന് വിവാഹമാണ് നല്ലതാണെന്ന്, അതിന് ഐശ്വര്യമാണ്, അതൊക്കത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. പിന്നെ ഒറ്റത്തിരിയിടുന്നത് ഒരു കാരണവശാലും ചെയ്യരുത്. ഒറ്റത്തിരിയിട്ട് കത്തിക്ക് വെക്കുന്നത് മഹാവ്യാധിയാണ് ആ വീട്ടിലേക്ക് വരിക. അതിൻ്റെ സ്ഥാനം ഇല്ല. ഒറ്റത്തിരി നമ്മൾ പിന്നെ അതേപോലെ തന്നെ 3 തിരിയിട്ട് 4 തിരിയിട്ട് ഒരിക്കലും വിളക്ക് കത്തിക്കരുത്. അതൊക്കെ നിങ്ങളെ വീട്ടിൽ വലിയ തരത്തിലുള്ള ദാരിദ്ര്യങ്ങളും, ഈ ദാരിദ്ര്യം വന്നാൽ ചില അസുഖങ്ങൾ വരുന്നതായിരിക്കും. ചിലപ്പം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ അയൽവീട്ടുകളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വണ്ടി ആക്സിഡൻ്റ് ആയതായിരിക്കും. പല പ്രശ്നങ്ങളുമാണ്. നമ്മളൊരു ക്രിയ ചെയ്യുന്നത് നിങ്ങൾ വെറുതെ കൊണ്ടുവെക്കുന്ന വിളക്കോ തിരിയോ അല്ലത്. അതിന് പല പ്രാധാന്യം, ഭൂമിയായിട്ടും പ്രപഞ്ചമായിട്ടൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അതിന്. ആ പ്രാധാന്യത്തിനാണ് വിളക്ക് വെക്കുന്നത്. ആ വിളക്കിൻ്റെ തിരിക്ക് പ്രാധാന്യമുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ പിന്നെ ആ വിളക്കാണെങ്കിലും വെറുതെ ഒരു നമ്മൾ കുറേ ചിത്രപ്പണി ഉണ്ടാകുന്ന വിളക്കൊന്നുമല്ല. നമ്മൾ ചിത്രപ്പണിയൊന്നും ഇല്ലാത്ത വിളക്കുകളാണ് നമ്മൾ കത്തിക്കാറ്. പക്ഷെ ആ വിളക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. രാവിലെയും ഉദയ സമയത്തും അസ്തമയ സമയത്തും ഒക്കെ ആ വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും വിളക്കിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ ക്ലാസ് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം നമ്മൾ ആ വിളക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കത്തിക്കാൻ. ആ വീട്ടിൽ നോക്കൂ നിങ്ങൾ, അങ്ങനെയൊക്കെ കണ്ട് ചെയ്യുന്ന വീടുകളിൽ ഐശ്വര്യം ഉണ്ടാവും. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, ഒരു ആക്സിഡൻറ്റ്, വണ്ടി പിന്നെ മറ്റൊരു വണ്ടി വന്ന് നമ്മൾ ഇടിക്കാവുന്ന വരുന്ന സമയത്ത് നമ്മൾ ആ വണ്ടീനെ വെട്ടിച്ച് നമ്മൾ മറ്റൊരു ഗട്ടർ ചാടി നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കാര്യം ഉണ്ടാകുക. ദൈവം നമ്മളെ സഹായിച്ചു എന്ന് വേണം പറയാൻ. ആ സമയത്തൊക്കെ നമ്മളെ ദൈവം സഹായിച്ചു, ദൈവം എന്നെ വിളി കേട്ടു, അല്ലെങ്കിൽ എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നേക്കാം. ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അങ്ങനെയൊക്കെയാണ് ദൈവം തരിക. അല്ലാണ്ട് നിങ്ങൾ നല്ലപോലെ നിലവിളക്ക് കത്തിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ നല്ലപോലെ വിളക്ക് കത്തിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഈ വിളക്ക് കത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്ര ലക്ഷം രൂപ അങ്ങനെ തരാം, അതൊന്നും അല്ല സംഗതി. നമുക്ക് നമ്മളെ പ്രവർത്തനത്തിൽ നമ്മൾ പോകുന്ന കർമ്മ മേഖലയിലും പ്രവർത്തന മേഖലയും ഒക്കെ തന്നെ ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ പരീക്ഷിച്ച് പല ആളുകളും പല പിന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട നമ്മളെ പൂർവികന്മാരോട് ചോദിച്ചാൽ അറിയാം. അവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചവരാണ്. പൂർവികന്മാരൊക്കെ നമ്മൾ വിവരമില്ലാത്തവരാണ്, അവർക്കൊന്നും അറിയില്ല, അവരൊക്കെ പഴഞ്ചന്മാരാന്നൊക്കെ നമ്മൾ പറഞ്ഞത് വെറുതെ പറഞ്ഞ് തള്ളരുത്.
അവരൊക്കെ പല കളിയും ഇവിടെ പിന്നെ എന്താ പറയാ, പല കാര്യങ്ങളിലും പലതിലും നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പല സംഗതികളിലുമുള്ള പിന്നെ കാഴ്ചപ്പാടിലേക്കുള്ള വെളിച്ചം വീശലും പഴയ കാരണന്മാർ തന്നെ പല പുരാതന ഘട്ടം മുതൽക്ക് തന്നെ നമുക്ക് അതിലേക്കൊക്കെ ഉള്ള വെളിച്ചം വീശലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രപരമായും സയൻസ് പരമായിട്ടും ഒക്കെ തന്നെ പല തച്ചന്മാരും നമ്മളെ വാസ്തുവിദ്യയിൽ സയൻസിലൊക്കെ തന്നെ അന്നത്തെ ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മളെ ആ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പല വിദേശത്തിലുള്ള പിന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ അത് പരിശോധിച്ചതാണ്. നമ്മളെ ഭാരത പാരമ്പര്യവും ഭാരത സംസ്കാരം അത്രയ്ക്കും പ്രധാനപ്പെട്ടതുമാണ്. അപ്പം അങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ആ രീതിയിലാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, 3 തിരിയും 4 തിരിയും ഇട്ട് കത്തിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ 5 തിരി ഇട്ട് കത്തിക്കും. 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് 5 ദിക്കിലേക്കാണ്. നമ്മൾ ആ വിളക്ക് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ്. 5 തിരിയിട്ട് വിളക്കിന് വളരെയധികം പ്രാധാന്യമാണ് വീട്ടിൽ. സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതൊക്കെ ആ 5 തിരിയിട്ട് കത്തിക്കുന്നത് നമ്മൾ അതിൻ്റെ ആ ശ്രദ്ധയോടും ബഹുമാനത്തോടും ഭംഗിയോടും നമ്മൾ ചെയ്യണം. ഈ 5 തിരിയിട്ട് കത്തിച്ചിട്ട് 5 തിരിയും ചില വീടുകളിലൊക്കെ കാണാം, 5 തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ 5 തിരിയിട്ട് കത്തിച്ച് കുറച്ചൊരു എണ്ണ ഒഴിക്കുള്ളൂ. ആ എണ്ണ ഒരൊറ്റയടിക്ക് പിന്നെ തിരി കത്തിയിട്ട് കരിന്തിരി കത്തുന്നതാണ്. നാടൻ ഭാഷയിൽ പറയുന്നത് കഴിഞ്ഞാൽ കരിന്തിരി കത്തുക എന്ന് പറയും. അങ്ങനെ അതന്നെ വലിയൊരു ദോഷമാണ് വീട്ടിൽ. കരിന്തിരി കത്താൻ പാടില്ല. ഇതൊക്കെ നമ്മളെ അനാചാരങ്ങളാണ്. നമ്മൾ ഒരു വിളക്ക് കത്തിക്കുകയും നമ്മളൊരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം കൊണ്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. വിശ്വാസം അല്ലെങ്കിൽ പിന്നെ അതെന്തിനു ചെയ്ത് വെച്ചിട്ട് ആ തിരി എണ്ണയും പോകുന്നു. നമുക്കത് നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ. ഈ തിരിയും ഇതൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെതായ ആ ബുദ്ധിമുട്ടും കൂടി നമ്മൾ ഏറ്റുവാങ്ങണം. ഇത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ മനക്കണം. അതല്ലേ ചെയ്യാൻ നിൽക്കരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസമുള്ള രീതിയിൽ പെരുമാറണം. അതല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കരുത്. വിശ്വാസം വേണ്ട നമുക്ക്. ഇത് വിശ്വാസം ഉണ്ടാകാനും അതൊക്കെ ചെയ്യാൻ വേണം. അതിനൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുകയില്ല. അതൊക്കെ വേണ്ട പോലെ എന്തേ ആയിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോട് വളരെയധികം ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ദോഷവുമാണ് ആ വീട്ടിലേക്ക് വരിക. ഇതൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന അമ്മമാരുണ്ട് കേട്ടോ. എല്ലാവരും കുറ്റപ്പെടുത്തല്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, ഈ തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൽ തിരിയിട്ട് വിളക്ക് കത്തിക്കുന്ന സമയത്ത് അത് നിങ്ങൾ എണ്ണ ഉപയോഗിക്കാറ്. അപ്പം മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഒരു എണ്ണയാണിത്, വിളക്കെണ്ണ. നിങ്ങൾക്ക് ഈ വിളക്കെണ്ണയെ പറ്റി എന്തെങ്കിലും അറിയോ? പല വീടുകളിലും പല പിന്നെ ഷോപ്പുകളിലൊക്കെ ഞാൻ ചോദിക്കും, അല്ല ചേട്ടാ ഈ വിളക്കെണ്ണ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് എന്താണിത്? എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ അമ്പലത്തിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിലേക്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവരും ഇതാണ് വാങ്ങുന്നത്, വില കുറവായണ്ട വാങ്ങുന്നത്. നോക്കൂ, നമുക്കൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ വിളക്ക് കത്തിക്കലും എല്ലാവരും കുളിച്ച് വിളക്ക് കത്തിക്കുന്നതും ഒക്കെ സുമർത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്നതും ഒക്കെ ഇണ്ടിയിൽ വെള്ളം വെക്കുന്നതും പുഷ്പങ്ങൾ വെക്കുന്നതും ചന്ദനത്തിരി കത്തിക്കുന്നതും ഒക്കെ നമുക്കൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഈ പിന്നെ തിരിക്കും ചന്ദനത്തിരിക്കും ഇതിനൊക്കെ വേണ്ട പൈസ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാവിക്ക് 10 രൂപ കൊടുത്താൽ അപ്പോൾ നിങ്ങൾ കിട്ടൂലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഈ വിളക്കെണ്ണ എന്ന് തന്നെ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ പല ഇപ്പം വരുന്ന വിളക്കെണ്ണകളൊക്കെ പല ഈ നമ്മളെ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പൊരിച്ചതിന് ശേഷം ബാക്കി വരുന്ന 2ഉം 3ഉം പ്രാവശ്യമാണ് ഹോട്ടലിലൊക്കെ പൊരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ പൊരിച്ച ആ എണ്ണ 3ഉം 4ഉം ദിവസവും കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് ആ എണ്ണ ഊറ്റിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കും. ഈ എണ്ണ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എന്ത് ചോദിച്ചാൽ ഈ എണ്ണയൊക്കെ പോയിട്ട് തപ്പ എണ്ണയായി കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് അത് എടുക്കാൻ ആളുണ്ട് വേറെ. അത് ഓർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്ക് അതിനും പൈസയാണ്. ഉപയോഗിച്ച എണ്ണ ബാക്കിയായാൽ അതിനും ഒക്കെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ വേസ്റ്റായ എണ്ണ എടുത്ത് ഊറ്റി വെച്ചിട്ട് നോക്കണം. ചിലപ്പോൾ മീൻ പൊരിച്ചതായിരിക്കും, ചിലപ്പം പിന്നെ ബീഫ് പൊരിച്ചതായിരിക്കും, മറ്റുള്ള എല്ലാ സംഗതികളും ചെയ്തതായിരിക്കും. ആ സാധനം കൊണ്ടുവന്ന ആ എണ്ണ അവർ അവസാനം അത് ഉപയോഗിക്കാൻ പറ്റാത്ത, ഒരു രക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോൾ അതൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അത് വേറെ വാങ്ങിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് വേറെ. ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നടക്കുന്ന സംഗതികളാണ്. പിന്നെ മുഖക്കൊഴുപ്പുള്ള എണ്ണകൾ,
മൃഗത്തിൻ്റെ കൊഴുപ്പുകളുള്ള എണ്ണ അതൊന്നും നമ്മൾ ഒരു എണ്ണയൊന്നും ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മൾ ഈ മൃഗക്കൊഴുപ്പ് കൊണ്ടുപോകുന്ന എണ്ണയും അല്ലെങ്കിൽ ഈ ബീഫും ഇതൊക്കെ പൊരിച്ചതിൻ്റെ ബാക്കി വരുന്ന ഈ എണ്ണയൊക്കെ കൊണ്ടുപോയി നമ്മൾ ഒഴിക്കുന്നത് എവിടെയാണ്? ഞാൻ പറഞ്ഞു അടിയിൽ ബ്രഹ്മാവ്, നടുവിൽ പിന്നെ ഈ നടുവിലെ തണ്ട് ഭാഗം, നിലവിളക്കിൻ്റെ തണ്ട് ഭാഗം വിഷ്ണുവിനെ ഉദ്ദേശിക്കുന്നു, മുകളിലെ ഭാഗം ശ്രീപരമേശ്വരൻ. അപ്പോൾ ശ്രീപരമേശ്വരൻ്റെ തലയെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇത് ഒഴിക്കുന്നത്. ഈ മൃഗക്കൊഴുപ്പും ഈ ബീഫ് ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ ബാക്കിയുള്ള വിളക്കെണ്ണ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് അതിന് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനിപ്പം മറ്റേ എള്ളെണ്ണയ്ക്ക് ആണെങ്കിൽ 100, 150, 125 ഉറുപ്പ്യ മറ്റേന് 60 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ആ എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അങ്ങനത്തെ വിശ്വാസങ്ങളിലെ അനാചാരങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മൾ മാറി വരണം. നമ്മൾ വിളക്ക് കത്തിക്കുന്നതിനെ വിളക്ക് കത്തിക്കണ്ട. നിങ്ങൾ യുവാക്കൾ പറയൂ, അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കൂ. അമ്മ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയൂ, നിങ്ങളൊരു തീരുമാനം പറയൂ. നിലവിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ എണ്ണ ശുദ്ധമായ എള്ളെണ്ണയോ അല്ലെ സാധാ വെളിച്ചെണ്ണയോ ഉപയോഗിച്ചിട്ട് കത്തിച്ചാൽ മതി. അല്ലാതെ ഈ മൃഗക്കൊഴുപ്പുള്ള എണ്ണയും മറ്റൊന്നും കൊണ്ടുവന്നിട്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ വിളക്ക് കത്തിക്കരുത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നമ്മൾ യുവാക്കളല്ലേ പറയേണ്ടത്. നമ്മൾ യുവാക്കളല്ലേ മാറ്റം വരുത്തേണ്ടത്. വിശ്വാസമുള്ളവരോടാണ് ഞാൻ പറയുന്നത്, വിശ്വാസമുള്ള യുവാക്കളോട്. അപ്പം മാർക്കറ്റിൽ ഇത് വിളക്കെണ്ണുണ്ട് നമ്മളെ പ്രയോഗിപ്പിക്കുകയാണ്. കാരണം അവർക്ക് ഇത് വിൽക്കാൻ ഭയങ്കര കമ്മീഷനാണ്. ഒരു കാരണവശാലും ഈ മൃഗക്കൊഴുപ്പുള്ളതോ ഇങ്ങനത്തെ വലിച്ച വാർത്തയോ ആക്കി വരുന്ന വെണ്ണം കൊണ്ടുവന്ന് വിളക്ക് കത്തിയിട്ട് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവരിക. ആ ക്ഷേത്രത്തിലെ ചൈതന്യം നശിക്കുന്നതോടൊപ്പം നിങ്ങളെ കുടുംബമാണ് നശിച്ചു. 7 തലമുറയോളം നശിച്ചു. ആ ശാപം അത്ര തിരിക്കും. കാരണം ആ ക്ഷേത്രത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ഒഴിക്കുന്ന ആ എണ്ണ ഉണ്ടല്ലോ, അത് അവിടുത്തെ ശ്രീകോവിലിൻ്റെ നേരെ മുന്നിൽ കൊണ്ടുപോയിട്ടാണ് ഒഴിക്കുന്നത്. അത് ആ പ്രതിഷ്ഠേൻ്റെ അടുത്ത്. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ ചൈതന്യത്തിന് വളരെയധികം ബുദ്ധിമുട്ട് സംഭവിക്കും അവിടെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ എണ്ണ കൊണ്ടുവന്ന് നിങ്ങൾ ഒഴിക്കരുത്. കഴിയുന്നതും നമ്മൾ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ വാങ്ങി ഒഴിക്കുക. നമ്മളെ ഈ അങ്ങനെ വരുന്ന നമുക്ക് സമൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ ആ വീട്ടിലേക്ക് ഉണ്ടായി വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഒരു ചർച്ച നമ്മൾ ചെയ്തിരുന്നത് വിളക്കുതിരി എത്ര ഇടണം, ആ വിളക്കുതിരിയിൽ എന്തൊക്കെ തിരി ഇടാം, എങ്ങനെയൊക്കെ ഇടാം, അതേപോലെ തന്നെ മൃഗക്കൊഴുപ്പുള്ള എണ്ണയോ അല്ലെങ്കിൽ വിളക്കെണ്ണയോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇത് നമ്മളെ പ്രദർശന ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാര്യമില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഓളെന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ വരുന്ന പരിപാടികളൊക്കെ തന്നെ കാണാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കുറേ ആളുകൾ അങ്ങനെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നു, അത്രമാത്രം കണ്ടാൽ മതി. ഇതിൽ ഉപകരിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പല ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കും. എൻ്റെ ഒരു അനുഭവം അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാറുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന നന്മ നിറഞ്ഞ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.